സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടാന്ന് വെക്കുന്ന കാര്യം നോ പറയാ, അത് പറയേണ്ടി വരും. അത് യു ലുക്ക് ഫോർ ദ ലോങ് റൺ. ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. 2 ബ്രദേഴ്സ് കൂടി സിനിമ ഉണ്ടാക്കുമ്പോഴുള്ള ദോഷവും ഗുണം എന്താ? ഗുണം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. അതിന്റെ ദോഷം എന്ന് പറയുന്നത് വി ടേക്ക് ഈച്ച് അതർ ഫോർ ഗ്രാൻറ്റഡ്. അവനല്ലേ ചെയ്തോളൂ, അല്ലെങ്കിൽ ഇയാളല്ല, അയാൾക്കത് മതി എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം അതവിടെ ഉണ്ടാവും. അതതിൻ്റെ ഒരു ദോഷം. ഇതിപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപാടുണ്ട്. പെട്ടെന്ന് താൻ ചോദിച്ചപ്പോൾ അത് വരുന്നില്ല. അത് ബേസിക്കലി മോർ ദാൻ ദ ബ്രദർഹുഡ്, ഐ ലൈക്ക് ടു കീപ് ഇറ്റ് ലൈക്ക് വെൻ യു വർക്ക് വിത്ത് എ ഫ്രണ്ട്, വാട്ട് ഈസ് യുവർ അഡ്വാൻറ്റേജസ് ആൻഡ് വാട്ട് ആർ യുവർ ഡിസഡ്വാൻറ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ അങ്ങനെ ഇപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവനെ ഇങ്ങനെ തൊട്ടടുത്ത് വിളിച്ചിരുത്തി അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല. ഡെയിലി വിളിക്കുന്നുണ്ടോ? ഇല്ല. നീ നിന്റെ ചേട്ടനും പോലുള്ള റിലേഷൻഷിപ്പ് തന്നെടാ. ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് അപ്പോൾ ഏത് വിധത്തിലുണ്ടാവും? ക്രിയേറ്റീവ് കോൺഫ്ലിക്ട്സ് ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ പുറത്ത് പോയാലും കുഴപ്പമില്ലാത്തൊരു ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു തരും. നമ്മൾ തല്ലുമാല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പാട്ടിന് വേണ്ടി ആക്ഷൻ കൊറിയോഗ്രാഫറാണ് വന്നേക്കുന്നത്, അല്ലാതെ ഡാൻസ് കൊറിയോഗ്രാഫർ അല്ല പാട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ആക്ഷനാണ് പാട്ടായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 500 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷോട്ട്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആയി, ലൈറ്റ് പോകുന്നു,